യുഎയിലെ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. തുടർച്ചയായ ഉയർച്ചക്കൊടുവിലാണ് വില താഴ്ന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്വർണ്ണവില 7.48%, വെള്ളിവില 35.36% വർദ്ധിച്ചു. കഴിഞ്ഞ 3 ദിവസവും സ്വർണത്തിന്റെ വില കുത്തനെ ഉയരുകയായിരുന്നു. എന്നാൽ ഇതിന് തടയിട്ടുകൊണ്ടാണ് ക്രിസ്മസ് ദിനത്തിൽ സ്വർണത്തിന്റെ വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെട്ടത്. 24 കാരറ്റ് സ്വർണത്തിന്റെ വില 542 ദിർഹത്തിൽ നിന്ന് 539 താഴ്ന്നത്. അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ഇടിവാണ് യുഎയിലും സ്വർണ്ണവില കുറയാൻ ഇടയാക്കിയത്. അന്തർദേശീയ മാർക്കറ്റിൽ 1 ഔൺസ് സ്വർണത്തിന്റെ വില 4479 രൂപ 53 ഡോളറാണ് കുറഞ്ഞത്. ബുധനാഴ്ച എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയ ശേഷം സ്വർണ്ണവില ഏകീകരിക്കപ്പെടുകയായിരുന്നു. സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള സ്ഥിരമായ ഡിമാൻഡ്, കിഴക്കൻ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഉയർന്ന ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വളർച്ചാ നിരക്കിന്റെ കുറവ് എന്നിവ മഞ്ഞലോഹത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കിയ ഘടകങ്ങളാണ്. ബുൾഡോസർ ഓടിക്കുന്ന കാഴ്ചകൾ നമുക്ക് ശീലമാണ്. എന്നാൽ അത് ഓടിക്കുന്ന ആൾ ഒരു കിരീടാവകാശിയാണെങ്കിലോ? റാസൽ ഖൈമയിലെ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൗദ് ബിൻ സഖർ അൽ ഖാസിമിയാണ് ബുൾഡോസർ ഓടിച്ചത്. റാസൽ ഖൈമയിലെ പുതിയ റെസിഡൻഷ്യൽ ഏരിയകൾ ഒരുക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഭൂമി നിരപ്പാക്കുന്ന ജോലിയിൽ സഹായവുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൗദ് ബിൻ സഖർ അൽ ഖാസിമി എത്തിയത്. ലളിതമായ സ്വഭാവത്തിന്റെയും ഔദ്യോഗിക കർത്തവ്യങ്ങൾക്കപ്പുറം താമസക്കാരെ പിന്തുണയ്ക്കുന്നതിനുള്ള ശക്തമായ പ്രതിബദ്ധതയുടെയും പ്രതിഫലനമായാണ് ഈ പ്രവൃത്തി വിലയിരുത്തപ്പെട്ടത്. സൗദി അറേബ്യയുടെ എണ്ണ ഇതര കയറ്റുമതിയിൽ വൻ വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒക്ടോബറിൽ 32.3% വർധനമാണ് ഉണ്ടായത്. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. ദേശീയ എണ്ണ ഇതര കയറ്റുമതി 2.4% വർദ്ധിച്ചപ്പോൾ മൊത്തം ചരക്ക് കയറ്റുമതി 11.8% വർദ്ധിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. എണ്ണ ഇതര കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള അനുപാതം 42.3% വർദ്ധിച്ചുവെന്നും കണക്കുകൾ പറയുന്നുണ്ട്. മുൻ വർഷം ഇത് 33.4% ആയിരുന്നു. NTV UAE to the world.